ഹോ, എന്നാലും അതൊരു കടുത്ത ചെയ്ത്തായിപ്പോയി കല്യാണി. ചേച്ചി പിഴച്ചു പറ്റുമെന്നൊക്കെ പറഞ്ഞ അതിന് നിങ്ങൾക്ക് എന്താ ദണ്ണം? അല്ല പിന്നെ ആ എന്നിട്ട് ധർമ്മം വിശ്വസിച്ചോ കല്യാണി? എനിക്ക് എന്നെ വിശ്വാസമുണ്ട് ചേച്ചി. ആർക്കെങ്കിലും ഒരു പണി കൊടുക്കണമെന്ന് കരുതിയിട്ട് കല്യാണിക്ക് ഇതുവരെ പിഴച്ചിട്ടില്ല. എന്നാലും എനിക്കത്ര വിശ്വാസം പോരാ. അവന്മാർ 5 എണ്ണം വെറും പോഴന്മാരാന്നേ. ഹാ, ഇത് പണ്ട് ഞാൻ പറയുമ്പോ നീ സമ്മതിച്ചിട്ടില്ലല്ലോ. അല്ല ചേച്ചി, ഞാൻ അവരുടെ കുടുംബം തിളക്കാൻ വേണ്ടി പറഞ്ഞതാ. എന്നാലും പിന്നെ ആലോചിച്ചപ്പോ അതിലൊരു സത്യമില്ലേന്നൊരു തോന്നല്. അവന്റെ പേരും അവന് കിട്ടുന്ന സ്വാതന്ത്ര്യമൊക്കെ വെച്ച് നോക്കുമ്പോ ചെലപ്പോ അങ്ങനെ എന്തെങ്കിലും കേട്ടുകേൾവി ഉണ്ടായിരുന്നോ? ഓ, ഇനിയിപ്പോ ഉണ്ടോ ഇല്ലയോ നോക്കുന്ന എന്തിനാ? അവന്മാരെന്താ ചെയ്യുന്നെന്ന് അറിയട്ടെ. അയ്യോ, ഇതിനി ഏറ്റില്ലെങ്കിലേ കല്യാണി പണി നിർത്തി പോകുന്നൊന്നും ചേച്ചി കരുതണ്ട. ഏതെങ്കിലും ഒരു ബോംബ് ആ ടീച്ചറുടെ നെഞ്ചത്ത് വെച്ച് ഞാൻ പൊട്ടിക്കും. ആ നടന്നാ മതി. അല്ലെങ്കിൽ നീ നിന്റെ മോള് ഇവിടുന്ന് തിന്നുന്നേന് ഒരു ഗുണവും ഇല്ലാതെ പോവും. ഇട്ടിച്ചാ എന്നാ കല്യാണി? ഞാനിങ്ങനെ ഓരോ ദുഷ്ടത്തരങ്ങളൊക്കെ പറയുമ്പോ ഇട്ടിച്ചിന് വിഷമമുണ്ടോ? അത് പിന്നെ മേരി ചേച്ചിയുടെ മനസ്സിൽ ഒരു സ്ഥാനം ഉറപ്പിച്ച് ഇട്ടിച്ചന്റെ അടുത്ത് തന്നെ നിക്കാൻ വേണ്ടിയല്ലേ? അല്ലെങ്കിൽ ശരിക്കും ഞാൻ നല്ലവളാ. പിന്നെ നോക്കുന്നതിലും നിൽക്കുന്നതിലും ഒന്നും മേരിക്കൊരു സംശയം കൊടുക്കരുത്. അതെന്നോട് പറയണോ? ഞാനിത് എത്ര കഴിഞ്ഞതാ. ഞാൻ ഇവിടുന്ന് പോവൂല ഇട്ടിച്ച. ഇനി വിട്ടുപോകാൻ എന്നെ കൊണ്ട് പറ്റില്ല. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ ഇന്ന് ഭക്ഷണം കഴിക്കുന്നില്ല. ഈ ഭക്ഷണത്തിനോട് വാശി കാണിക്കണം കേട്ടോ. കാണിക്കണം. ഇത് നമ്മുടെ അഭിമാന പ്രശ്നം. നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അമ്മയും പട്ടിണി കിടക്കും. അത് വേണം. ഏയ്, അമ്മയെ പട്ടിണിക്കിടാൻ പാടില്ല. അതുകൊണ്ട് സങ്കടത്തോടെ ആണെങ്കിലും നമ്മൾ ഭക്ഷണം കഴിക്കണം. അമ്മയും പട്ടിണി കിടക്കട്ടെ, നമ്മള് വിട്ടുകൊടുക്കരുത്. മക്കളെ, എടാ പിള്ളാരെ, പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. എന്താണ് എന്താ വന്ന് ഭക്ഷണം കഴിക്കാത്തെ? ആർക്കൊന്നും വേണ്ടേ? വിളിച്ചത് കേട്ടില്ലേ? ഓ, ഇനി അടുക്കള വരെ വരാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ കൊണ്ടുവന്ന് വിളമ്പണോ? എനിക്ക് ഭക്ഷണം വേണ്ട. വേണ്ടെങ്കി വേണ്ട. നിനക്കോടാ ഭീമ? അമ്മേ, ഏട്ടനും എനിക്കും വേണ്ട. എനിക്കും. അമ്മ എനിക്ക്. ഓ, നിനക്കും വേണ്ടായിരിക്കും. 5 എണ്ണം കൂടി എവിടുന്നോ എന്തോ തട്ടിയിട്ടുണ്ട്. അല്ലാതെ ഭക്ഷണ വിരോധം കാണിക്കില്ല. എടാ കരുണ, നിനക്ക് വിശക്കുന്നു? എനിക്ക് നല്ല വിശപ്പ്. ആ, നീ വാ, നമുക്ക് കഴിക്കാം. ഒന്നും വേണ്ടെങ്കിൽ പിന്നെ എന്തിനാടാ ഉറക്കൊളച്ചിരിക്കുന്നേ? പോയി കിടന്ന് ഉറങ്ങിക്കൂടെ? ഞാൻ ഇളയ മോനല്ലേ, ഞാൻ കഴിക്കുന്നില്ല എന്ന് വാശി പിടിച്ച അമ്മ കാരണം ചോദിക്കണ്ടേ? വാരി തന്നിട്ടാണെങ്കിലും ഇത്തിരി കഴിപ്പിക്കണ്ടേ? നിന്റെ കാര്യം മാത്രമല്ലല്ലോ, നമ്മൾ ആരും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടും ആ മനസ്സൊന്ന് കലങ്ങിയോ? നമ്മൾ എന്തെങ്കിലും തട്ടിയിട്ടുണ്ടാവുന്നു. പട്ടിണി കിടന്നാലും അതിന് വില കിട്ടില്ല എന്ന് വെച്ചാ നേരെ ചെന്ന് ഉള്ളതൊക്കെ എടുത്ത് വിഴുങ്ങാ വേണ്ടത്. അതെ, അതും പറഞ്ഞ അടുക്കളയിലേക്ക് പോവാൻ നോക്കണ്ട. നമ്മൾ ചെന്നില്ലെങ്കിലും അമ്മയ്ക്ക് വിളമ്പി കൊടുക്കാനും വാരി കൊടുക്കാനും ഒക്കെ ആളുണ്ടല്ലോ.
എന്താ ചെയ്യ- വാ പോയി നോക്കാം ആ.